പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യഥാർത്ഥ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള അനുഗ്രഹമേറിയ പ്രദീപിക സന്ദേശം കേൾക്കുവാൻ കർത്താവിടയാക്കിയല്ലോ. തുടർന്ന് ഇന്ത്യ ബന്ധക്കോസ് ദൈവസഭ പീച്ചി സെന്ററിന്റെ ആഭിമുഖ്യം നടത്തപ്പെടുന്ന ഈ സ്വാതന്ത്ര്യ ദിന സന്ദേശ യാത്ര ഹൃദയം നിറഞ്ഞ ക്രിസ്തീയ വന്ദനത്തോടൊപ്പം സ്വാതന്ത്ര്യദിന ആശംസകളും അറിയിക്കുന്നു. ആഭിമുഖ്യത്തിൽ അനുഭവിച്ചപ്പോൾ എന്റെ ദീർഘകാലത്തെ സുവിശേഷ പ്രവർത്തനത്തിൽ വേദനാജനകമായ ഒരു സംഭവം നിങ്ങളെ ഞാൻ ഓർപ്പിക്കുകയാണ്. സ്വാതന്ത്ര്യത്തിനു വേണ്ടി കഷ്ടപ്പെടുകയും പ്രയാസപ്പെടുകയും ചെയ്യുന്ന ജനതയുടെ ഉദ്ധാരണത്തിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപറ്റം യുവാക്കളാകുന്ന സഹോദരിമാരാകുന്ന പ്രിയപ്പെട്ട ഒരു പട്ടണത്തിന്റെ നടുവിൽ വന്നിരിക്കുന്നു. വ്യത്യസ്തമായിരിക്കുന്ന അടിമനകത്തിനകത്ത് കിടന്ന് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകിയത് വാഴ്ത്തപ്പെട്ടവനായിരിക്കുന്ന യേശു കർത്താവാണ്. നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജി, സുഭാഷ് ചന്ദ്രബോസ്, റാണി ലക്ഷ്മിഭായ് ജീവിതയാത്രയിൽ പലവിധത്തിലുള്ള പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് കടന്നു വന്നപ്പോൾ രക്ഷിപ്പാൻ ഒരു മതമോ ഒരു ഇസമോ ഈ ഭൂമിയിൽ ഇല്ലാതെ വന്നപ്പോൾ അടക്കമുള്ള ദിശാബോധം തെറ്റ്, ലക്ഷ്യബോധം തെറ്റ്, മനുഷ്യന് വെളിപ്പെടേണ്ട സ്വാതന്ത്ര്യം ശാരീരികവും മാനസികവും ആത്മീയമായ തലത്തിൽ ഉൾക്കൊള്ളേണ്ടതാണെന്നും ദുഷ്പ്രവണതകളിലും ദുരാചാരങ്ങളിലും ദുർമോഹങ്ങളിലും ഒതുങ്ങുമ്പോൾ താൽക്കാലിക സന്തോഷം നിത്യ മരണത്തിലേക്ക് തള്ളിവിടുമ്പോൾ ക്രിസ്തുവിലുള്ള സമാധാനം സന്തോഷം നിത്യമാണ്. യേശു ക്രിസ്തു ലോകത്തോട് പറഞ്ഞത് സ്വാതന്ത്ര്യത്തിന്റെ 7 ശതകങ്ങൾ കഴിഞ്ഞു. 79 വർഷങ്ങൾ കടന്നു പോകുമ്പോൾ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഓർപ്പിക്കട്ടെ. എല്ലാവിധത്തിലും മുന്നേറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു ശൂന്യത മാത്രം ഇന്നും നിലനിൽക്കുകയാണ്. ആ ശൂന്യത എന്താ? യഥാർത്ഥമായ സമാധാനം കണ്ടെത്തുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. രാഷ്ട്രീയപരമായി നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു എന്നുള്ളത് ശരിയാ. പക്ഷേ ധാർമ്മികമായി നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ചോ? നിങ്ങളുടെ മനസ്സാക്ഷിക്ക് സ്വാതന്ത്ര്യം ലഭിച്ചോ? വിശുദ്ധ ബൈബിൾ ഇങ്ങനെ വിളിച്ചു പറയുകയാണ്, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കിയിരിക്കുന്നു. പിന്നെയും അടിമതുകത്തിൽ കുടുങ്ങി പോകരുത്. മദ്യത്തിനും മയക്കുമരുന്നിനും പാപത്തിനും അടിമപ്പെട്ടുകൊണ്ട് വഴിതെറ്റി എന്നുള്ള സ്വാതന്ത്ര്യം പ്രാപിപ്പാനാണ് യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത്. ആ ഒരു ചുരുങ്ങിയ മെസ്സേജാണ് നിങ്ങൾക്ക് തന്നത്. നല്ല പിതാവേ, ഞങ്ങളുടെ ഈ സ്വാതന്ത്ര്യദിന സമാധാന സുവിശേഷ യാത്ര ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചതിനായി നന്ദി പറയുന്നു കർത്താവേ. സുവിശേഷം അറിയിക്കാനും ഞങ്ങൾക്കെല്ലാം തന്ന നല്ല അവസരത്തിനായി സ്തുതിക്കുന്നു കർത്താവേ. ദേശം നശിച്ചു പോകാതിരിപ്പാൻ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ സൗഖ്യമാക്കുന്നു. യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനെ നൽകുന്നു. യേശു ക്രിസ്തു രാജാവായി വേഗം വരുന്നു. യേശു ക്രിസ്തു നിന്റെ ദൈവമായ കർത്താവിനെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. Ola Yesu Masiki, Ola Yesu Masiki, Ola Yesu Masiki, Ana Ola Yesu Masiki, Eldi Ana Ola Yesu Masiki, Ana Ola Yesu Masiki, Amen.